സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി മുഹമ്മദ് ഇർഫാനുമായി തെളിവെടുപ്പ്. ഇർഫാൻ ഭക്ഷണം കഴിച്ച സ്ഥലം, വാഹനം പാർക്ക് ചെയ്ത സ്ഥലം എന്നിവിടങ്ങളിലാണ് ആദ്യം എത്തിച്ചത്. തുടർന്ന് ജോഷിയുടെ വീട്ടിലേക്കും പോകും. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, എങ്ങനെയാണ് തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വളരെ വിശദമായിട്ടുള്ളൊരു തെളിവെടുപ്പാണ് പോലീസ് സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 19-ാം തീയതി രാത്രിയാണ് ഈ മുഹമ്മദ് ഇർഫാൻ കൊച്ചിയിൽ എത്തുന്നത്. 19-ാം തീയതി വന്ന സമയം മുതൽ പിന്നീട് അയാൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അയാളുമായി എത്തിയുള്ള തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ സംവിധായകൻ ജോഷിയുടെ വീട്ടിലാണ് ഈ പ്രതിയെ മുഹമ്മദ് ഇർഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇവിടെ 1.2 കോടിയോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളുമാണ് മോഷണം പോയത്. ഇയാൾ ഇവിടെ എത്തുകയും പിറകിൽ ഗ്രില്ലില്ലാത്ത വാതിൽ, ജനൽ തുറന്ന് അകത്ത് കടക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് മോഷണം നടത്തി ഇവിടെ നിന്ന് പോവുകയുമാണ് ചെയ്തത്. ആദ്യം ഇയാൾ ഇവിടെ എത്തിയപ്പോൾ, ഈ മുഹമ്മദ് ഇർഫാൻ ഇവിടെ എത്തിയപ്പോൾ വാഹനം പാർക്ക് ചെയ്ത ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് പ്രതിയെ ആദ്യം എത്തിച്ചത്. അതിനുശേഷം വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ പോയ ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ കൊണ്ടുപോയി. കൂടാതെ ഇയാൾ ഭക്ഷണം കഴിക്കാൻ പോയ സമീപത്തെ ഹോട്ടലുണ്ട്, അവിടെയും ഈ മുഹമ്മദ് ഇർഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇതിന് തൊട്ടടുത്തുള്ള 3 വീടുകളുണ്ട്. ഈ 3 വീടുകളിലും ഇയാൾ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റ് നടത്തിയിരുന്നു. മതിൽ ചാടിക്കടന്നാണ് അയാൾ അവിടേക്ക് പോയത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അന്നത്തെ രാത്രി സംഭവിച്ചത് എന്ന കാര്യങ്ങൾ പോലീസ് ഓരോന്നും പ്രതിയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഇത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾ ചെയ്തത്, ഏതൊക്കെ വീടുകളിൽ കയറിയിട്ട് അത് നടക്കാതെ പോയി, അതെന്തുകൊണ്ടാണ്, അത് ഇയാളുടെ കൂടുതൽ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നടക്കാതെ പോയത് എന്ന് ഈ തെളിവ് ശേഖരണത്തിൽ ഇയാൾ മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം വിശദമായിട്ടുള്ള തെളിവെടുപ്പാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം 15 മണിക്കൂറിനകം തന്നെ ഈ പ്രതിയെ ട്രാക്കിലാക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ എത്രയും വേഗം തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇതിൽ കുറ്റപത്രം എത്രയും വേഗം നൽകുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. സംവിധായകൻ ജോഷിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുഹമ്മദ് ഇർഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. ഇതോടൊപ്പം മറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ പ്രാദേശികമായി ലഭിച്ചിട്ടുണ്ടോ, മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ടൊരു അന്വേഷണം കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുകയാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകുന്നത്.